2025 തീർന്നല്ലോ അല്ലേ? എല്ലാ വർഷവും നല്ലതും ഫ്ലോപ്പും ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ വരാറുമുണ്ട്. അങ്ങനെ 2025 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയതും എന്നാൽ ഏറ്റവും കൂടുതൽ ബോംബായിട്ടുള്ളതും ആയിട്ടുള്ള കുറച്ച് ഇന്ത്യൻ സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. വെൽക്കം ടു സ്കിനിമ, ലെറ്റ്സ് ഗോ. ആദിത്യ ധറിൻ്റെ സ്പൈ ആക്ഷൻ ത്രില്ലർ ദുരന്തറാണ് 2025 ഹയസ്റ്റ് ഗ്രോസിംഗ് ഇന്ത്യൻ ഫിലിം ഓഫ് ദി ഇയർ. രൺവീർ സിംഗ് നായകനായ ഈ പടം ഹാസ് ഇമേജ്ഡ് ആസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഇന്ത്യൻ ബ്ലോക്ക് ബസ്റ്റർ ഇൻ റീസെൻറ്റ് ടൈംസ്. ഇന്നും ദിനം പ്രതി അന്യായ കളക്ഷൻ റെക്കോർഡുകളുമായി ദുരന്തർ ബോളിവുഡിനെ സ്തംഭിപ്പിച്ചു എന്ന് വേണം പറയാൻ. ദുരന്തർ ഇസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ഫിലിം ഓഫ് 2025 and the 9th of all time to enter the elite club. ഈ വർഷത്തെ രണ്ടാമത്തെ ബിഗ്ഗസ്റ്റ് ഗ്രോസറീസ് ഋഷഭ് ഷെട്ടിയുടെ കാന്താര ചാപ്റ്റർ 1. 2022 ബ്ലോക്ക് ബസ്റ്റർ കാന്താരയുടെ മച്ച് ആൻറ്റിസിപ്പേറ്റഡ് പ്രീക്വൽ ആയിരുന്നു ഇത്. കാന്താര സാൻഡൽവുഡിൻ്റെ ബോക്സ് ഓഫീസ് മാത്രമല്ല, ഒരു പാൻ ഇന്ത്യൻ ബോക്സ് ഓഫീസ് പഞ്ഞിക്കിടലായിരുന്നു വന്നിട്ടിട്ട് പോയത്. ഗ്രോസിംഗ് ഓവർ 850 കോടി രൂപ വേൾഡ് വൈഡ്. ഈ പ്രീക്വൽ ശരിക്കും ഫസ്റ്റ് കാന്താരയുടെ ലൈഫ് ടൈം കളക്ഷൻ്റെ 2 ഇരട്ടിയാണ് മേടിച്ചു കൂട്ടിയത്. 408 കോടി രൂപയായിരുന്നു ഫസ്റ്റ് പാർട്ടിൻ്റെ അന്നത്തെ കളക്ഷൻ. അടുത്തത് വിക്കി കൗശാലിൻ്റെ ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ഡ്രാമയായ ഛാവയാണ്, വിച്ച് റിലീസ്ഡ് ഇൻ ഫെബ്രുവരി. ഇതാണ് ബിഗ്ഗസ്റ്റ് ഇന്ത്യൻ ഗ്രോസേഴ്സ് ഓഫ് 2025 മൂന്നാം സ്ഥാനക്കാരൻ. വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം 800 കോടിയിലും മുകളിലാണ്. ഛാവ ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് വന്ന് ബോക്സ് ഓഫീസിനെ പഞ്ഞിക്കിട്ടിട്ട് പോയ ഒരു പടമായിരുന്നു കഴിഞ്ഞ കൊല്ലം. ബിഗ് സ്കെയിൽ ആക്ഷൻ ഡ്രാമാസൊക്കെ ബോക്സ് ഓഫീസ് ഡോമിനേറ്റ് ചെയ്യുന്ന ടൈമിൽ യഷ്രാജ് ഫിലിംസിൻ്റെ റൊമാൻറ്റിക് ഡ്രാമയായ സയ്യാറ എവിടുന്നോ വന്ന് ഒരു സ്റ്റാൻഡ് ഔട്ട് പെർഫോമറായി മാറി എന്ന് വേണം പറയാൻ. അഹാൻ പാണ്ഡെ, അനീത് പദ്ദ എന്ന ഈ പുതുമുഖങ്ങളാണ് ഇതിൽ മുഖ്യ വേഷം ചെയ്തത് എന്നുള്ളത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ആക്ച്വലി സിനിമ നല്ലതാണെങ്കിൽ അത് എവിടെയാണേലും അതിൽ അഭിനയിച്ചത് ആരാണെങ്കിലും ജനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കും എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവ് കൂടിയാണ് ഈ സിനിമ. സയ്യാറ ഏറെക്കുറെ വേൾഡ് വൈഡ് കളക്ട് ചെയ്തത് 600 കോടി രൂപയാണ്. ഇന്ത്യയിൽ എക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന റൊമാൻറ്റിക് ഡ്രാമ എന്നൊരു പട്ടം കൂടി സയ്യാറ നേടിയെടുത്തു. റെക്കോർഡുകൾ ഇഷ്ടം പോലെ ഇട്ടെങ്കിലും ഇത് കണ്ടവരാരും തിയേറ്ററിൽ നിന്ന് പോലും ഇറങ്ങാതെ കരഞ്ഞു മെഴുക്കുമായിരുന്നു. അത്രയും ഇമോഷണലി കണക്ട് ചെയ്യാൻ ഇതിൻ്റെ മേക്കേഴ്സിന് സാധിച്ചു എന്നത് ഒരു വലിയ കാര്യമാണ്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ഹൈലി അവൈറ്റഡ് ഗാങ്സ്റ്റർ ആക്ഷൻ ഡ്രാമ കൂലിയാണ് ഈ വർഷത്തെ ദി 5th ബിഗ്ഗസ്റ്റ് ഗ്രോസർ. അമിത പ്രതീക്ഷ വേണ്ടുവോളം ഉണ്ടായിരുന്ന ഈ പടം പ്രതീക്ഷയ്ക്ക് ഒത്തു ഉയരാതിരുന്നതും ഇതിന് കിട്ടിയ മിക്സഡ് റിവ്യൂസും ഒക്കെ പടത്തിൻ്റെ മൊമെൻ്റത്തിനെ വല്ലാതെ ബാധിച്ചിരുന്നു. പടത്തിന് മാത്രമല്ല, ഡയറക്ടറായിട്ടുള്ള ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ഹിറ്റ് മേക്കറിനെയും ഇത് വല്ലാണ്ട് ബാധിച്ചു. ആൻഡ് കൂലി 500 കോടിക്ക് തൊട്ടു മുകളിലാണ് ഇടം പിടിച്ചത്. ലിസ്റ്റിൽ അടുത്തത് വരുന്നത് YRF സ്പൈ യൂണിവേഴ്സിലെ വാർ 2. ഹൃതിക് റോഷനും ജൂനിയർ NTRും ലീഡ് റോളിലെത്തിയ ഈ സിനിമ കളക്റ്റഡ് നിയർലി 364 crore. പക്ഷേ പടം ലെറ്റ്സ് നോട്ട് ടോക്ക് അബൌട്ട് ദാറ്റ്. 7ാമത് വരുന്നത് മഹാവതാർ നരസിംഹയാണ്. മഹാവതാർ നരസിംഹ ഒരു അനിമേറ്റഡ് എപ്പിക് ഡിവോഷണൽ ആക്ഷൻ ഫിലിമാണ്. ഇത് സംവിധാനം ചെയ്തത് അശ്വിൻ കുമാർ എന്ന ഡയറക്ടറാണ്. ആൻഡ് പടം ഏറെക്കുറെ 327 കോടി രൂപയാണ് ടോട്ടലി കളക്ട് ചെയ്തത്. ഇന്ത്യയിൽ നിന്നുള്ള ഒരു അത്യാവശ്യം നല്ല അനിമേറ്റഡ് മൂവി തന്നെയാണ് മഹാവതാർ നരസിംഹ. ഇറ്റ്സ് വർത്ത് എ വാച്ച്. അടുത്ത് നോക്കിയാൽ ഇറ്റ്സ് ഫ്രം നമ്മുടെ സ്വന്തം മോളിവുഡ് ഇൻഡസ്ട്രി. യെസ്, ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കല്യാണി പ്രിയദർശനും നസ്ലിനും ലീഡ് റോളിലെത്തി ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ഈ സിനിമ ടോട്ടലി കളക്റ്റഡ് നിയർലി 304 crore. ദുൽഖർ സൽമാൻ്റെ വേഫറർ ഫിലിംസാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമ്പർ 9 ഓൺ ദ ലിസ്റ്റ് ഇസ് ദേ കോൾ ഹിം OG. പവൻ കല്യാൺ ഗാരുവിൻ്റെ ദേ കോൾ ഹിം OG ഒരു തെലുങ്ക് പീരീഡ് ആക്ഷൻ ഡ്രാമ പടമാണ്. യക്കൂസ ആയിരുന്നല്ലോ അപ്പോൾ ട്രെൻഡ്. പക്ഷേ യക്കൂസേനെയൊക്കെ കൊണ്ടുവന്ന് അത്യാവശ്യം നല്ലപോലെ ആകപ്പാടെ യൂസ് ചെയ്തത് ഈ പടത്തിലാണ്. ഗാരുവിൻ്റെ ഒരു പക്ക ഫാൻ ബോയ് പടം കൂടി ആയിരുന്നു ഇത്. ആൻഡ് ദിസ് ഇസ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ സുജീത് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ DVV ധനയ്യ. ആൻഡ് സിനിമ took a total collection of 295 crore. നമ്പർ 10 നമുക്കുള്ളത് ഹൗസ്ഫുൾ 5.
പടം ഒരു അതിഗംഭീര പടമായിരുന്നെങ്കിലും ഈ ഫ്രാഞ്ചൈസിയുടെ ബ്രാൻഡ് വാല്യൂ കൊണ്ടായിരിക്കണം ഇതിന് ഇത്രയും ഒരു ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ കിട്ടിയത്. വേൾഡ് വൈഡ് ഒരു 327 കോടി രൂപ നേടിയെടുക്കാൻ ഈ പടത്തിന് സാധിച്ചു. ഈ പടത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇതിൻ്റെ 2 ഡിസ്റ്റിങ്ക്റ്റ് വേർഷൻസ് ആണ് റിലീസ് ചെയ്തത്. ആൻഡ് ഓരോ വേർഷൻസിലും വെവ്വേറെ ക്ലൈമാക്സുകളും ഉണ്ടായിരുന്നു. ഹൗസ്ഫുൾ 5A ഹൗസ്ഫുൾ 5B. എന്തല്ലേ. ഇനി 2025 കുറച്ച് പ്രധാന ബോംബുകൾ നോക്കിയാലോ. 2025 പ്രധാന ഫ്ലോപ്പുകൾ ഒന്നായിരുന്നു സിക്കന്ദർ. AR മുരുകദോസ് സംവിധാനം ചെയ്ത ഈ ചിത്രം മോശം റിവ്യൂസ് നേടി ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു. 200 കോടി രൂപയുടെ ബജറ്റിൽ നിർമ്മിച്ച സിക്കന്ദറിൻ്റെ ലോകമെമ്പാടുമുള്ള ഗ്രോസ് കളക്ഷൻ 182.7 കോടി രൂപയായിരുന്നു. ആൻഡ് ഡൊമസ്റ്റിക്കലി 108.7 കോടി രൂപയും. സൽമാൻ ഖാനും രശ്മിക മന്ദാനയും അഭിനയിച്ച ഈ ഫിലിം ബ്ലെൻഡ്സ് ആക്ഷൻ, ഫാമിലി, ഡ്രാമ ആൻഡ് ഓൾസോ സോഷ്യൽ തീംസ്. കങ്കണ റണാവത്തിൻ്റെ പൊളിറ്റിക്കൽ ഡ്രാമയായ എമർജൻസി വലിയ പ്രതീക്ഷകൾക്കിടയിലും ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു. ഏകദേശം 20.48 കോടി രൂപ മാത്രം നേടുകയും ചെയ്തു. കങ്കണ റണാവത്ത് തന്നെയായിരുന്നു സംവിധാനം. 1975 77 ഇടയിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഏർപ്പെടുത്തിയ 21 മാസത്തെ അടിയന്തരാവസ്ഥയെ കേന്ദ്രീകരിച്ചുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ബയോഗ്രഫിക്കൽ ഡ്രാമയാണ് ഈ സിനിമ. കങ്കണ റണാവത്ത് സംവിധാനം ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്ത ഈ സിനിമ ഏകദേശം 50 കോടി രൂപ ബഡ്ജറ്റിൽ നിർമ്മിച്ച് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ മോശം പ്രകടനം കാഴ്ചവെച്ചു. ലോകമെമ്പാടുമായി 22.5 കോടി രൂപയും 17 കോടി രൂപ നെറ്റ് കളക്ഷനും നേടി. ബോക്സ് ഓഫീസിൽ മറ്റൊരു വലിയ പരാജയമായിരുന്നു ബാഗി 4. ഒന്നിൽ തന്നെ നിർത്തിക്കൂടെ എന്ന് നമ്മൾ ചോദിക്കുമെങ്കിലും ദേ മേക്ക് ഇറ്റ് അഗെയിൻ ആൻഡ് ഗോഡ് നോസ് വൈ. ഹർഷ സംവിധാനം ചെയ്ത ബാഗി 4-ൽ ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പടം 8 നിലയിൽ പമ്പരം കണക്ക് പൊട്ടി. ടൈഗർ ഷ്രോഫിൻ്റെ ആക്ഷൻ സീക്വൻസോ അല്ലെങ്കിൽ ഹർനാസ് കൗറിൻ്റെ സന്ധുവുമായുള്ള പെയറിങ്ങിന് പോലും ടൈഗർ അണ്ണനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വേൾഡ് വൈഡായി ഏകദേശം 66.39 കോടി രൂപ കളക്ഷൻ നേടിയതായും ബോളിവുഡ് ഹംഗാമ പ്രകാരം 47.40 കോടി രൂപ നെറ്റ് കളക്ഷൻ നേടിയതായും റിപ്പോർട്ടുണ്ട്. ബാഗി സീരീസിലെ ഏറ്റവും കുറഞ്ഞ കളക്ഷൻ നേടിയ ചിത്രവും ഇതായിരുന്നു. സൺ ഓഫ് സർദാർ 2. ഇതൊരു ഹിന്ദി കോമഡി ഡ്രാമ ആൻഡ് ഓൾസോ സ്റ്റാൻഡ് അലോൺ സീക്വൽ ടു ദ 2012 ഹിറ്റാണ്. അജയ് ദേവ്ഗൺ, മൃണാൾ ഠാക്കൂർ, രവി കിഷൻ ആൻഡ് സഞ്ജയ് മിശ്ര എന്നിവരാണ് പ്രധാന റോളുകൾ ചെയ്തിരിക്കുന്നത്. ഇത്രയും വലിയൊരു താരനിര ഉണ്ടായിട്ടും അതൊന്നും പടത്തിനെ രക്ഷിച്ചില്ല എന്നുള്ളതാണ് സത്യം. വിജയകുമാർ അറോറ സംവിധാനം ചെയ്ത ഈ പടം നമുക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫോർമുലയെ ആശ്രയിച്ചാണ് നിർമ്മിച്ചതെങ്കിലും പ്രേക്ഷകരിൽ സ്വീകാര്യത നേടുന്ന കാര്യത്തിൽ അങ്ങേയറ്റം പരാജയപ്പെട്ടു. ഒടുവിൽ 130 കോടി രൂപ മുടക്കി അതുപോലും തിരിച്ചു പിടിക്കാനാവാതെ ഇതൊരു വൻ പരാജയമായിട്ടാണ് അവസാനിച്ചത്. ആൻഡ് ഇത്രയേ ഉള്ളൂ. നമ്മൾ 2025 കുറച്ചധികം നല്ല ഗ്രോസേഴ്സും ഏറ്റവും ബോംബായിട്ടുള്ള കുറച്ച് പടങ്ങളും നോക്കി എന്ന് കരുതുന്നു. ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യൂ. And like, share, subscribe to Skinma.